പാരൻ്റ് എന്ന നിലയിലും ആസ് എ ടീച്ചർ എന്നുള്ള നിലയിലും ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായി. നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം, അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതിന് ഒരുപാട് പോയിന്റ്സ്. എൻ്റെ മക്കളാണ് എൻ്റെ മുന്നിൽ വന്നത്. അപ്പോൾ അവരേലും എനിക്ക് മാറ്റം വരുത്താൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. റോസ് ആപ്പ് സ്കൂളുകളുമായി കൊളാബ് ചെയ്ത് നടത്തുന്ന പ്രോഗ്രാമാണ് റോസ് എംപവർമെന്റ്. അപ്പോൾ ഇതിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ആദ്യം ഞങ്ങളൊരു സ്കൂളിലുള്ള HMമായിട്ട് പ്രിൻസിപ്പളുമായിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് നടത്തും. എങ്ങനെയാണ് ഈ സ്കൂളിൽ നടത്തുന്ന പ്രോഗ്രാം എന്നുള്ളത് സ്കൂൾ HMൻ്റെ മുന്നിൽ ഞങ്ങളൊന്ന് പ്രസൻറ്റ് ചെയ്യും. അതിനുശേഷം ആ സ്കൂളിലുള്ള ടീച്ചേഴ്സിന് ഒരു ദിവസത്തെ 3 മണിക്കൂർ സെഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതിൽ പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എങ്ങനെയാണ് അസസ്മെൻറ്റ് നടത്തേണ്ടത്, അവരെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അവർക്ക് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ള സബ്ജക്റ്റിനെ ആസ്പദമാക്കി ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന ടോപ്പിക്കിൽ ഞങ്ങളൊരു 3 മണിക്കൂർ സെഷൻ അവർക്ക് ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള ഓരോ കാറ്റഗറിയിലും എത്ര കുട്ടികളുണ്ട് എന്നുള്ള ഒരു ഡാറ്റയാണ് HMൻ്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജ് എന്നുള്ളത് ഇത്തരത്തിലുള്ള മക്കൾക്കുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി, ADHD അല്ലെങ്കിൽ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് RCI അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ വെച്ചിട്ട് 1-to-1 ആയിട്ടുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ട് കുട്ടിക്ക് ബിഹേവിയറൽ തെറാപ്പിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പഠിച്ചതൊക്കെ മറന്നു പോവുകയാണ്, കോംപ്രഹെൻസീവ് സ്കില്ലിൻ്റെ കുറവുള്ള കുട്ടികൾക്ക് BEd കഴിഞ്ഞ് ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ട് കോംപ്രഹെൻസീവ് സ്കില്ല് കൂട്ടുന്നതിനുള്ള കൺസെപ്ഷൻ ലേണിംഗ് നടക്കുന്നതിനുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പണ്ട് തോമസ് ആൽവ എഡിസൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, സച്ചിൻ തെണ്ടുൽക്കർ, വിൻസ്റ്റൺ ചർച്ചിൽ ഇവരൊക്കെ പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും അവർക്ക് കിട്ടിയിട്ടുള്ള കൃത്യമായ പരിഗണന കൊണ്ടാണ് അവർ ലോകം അറിയപ്പെടുന്ന വ്യക്തികളായത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള പരിഗണന കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല, പല കുട്ടികളും ചെന്നെത്തുന്നത് മദ്യവും മയക്കുമരുന്നും അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലുമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അറിയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ പറ്റി, അറിയാത്ത കാര്യങ്ങൾ ഒന്നും കൂടി പഠിക്കാൻ പറ്റി. നമ്മൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പം വീട്ടിലുള്ള കുട്ടികളും ഇതേ ബിഹേവിയർ കാണിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇതേ ബിഹേവിയറിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതും അതെങ്ങനെ സ്കൂളിൽ അതേ രീതിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതും 2 രീതിയിൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. റോസ് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്കൂളുകളിൽ ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന HMനും കുട്ടികൾക്ക് പേഴ്സണലായി ക്ലാസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പാരൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.